മുടിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസിനും ഇല്ല. പ്രത്യേകിച്ച് തൊട്ടടുത്ത ദിവസം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ. എല്ലാ ദിവസവും നല്ല ഭംഗിക്ക് കിടന്നാലും ഫംഗ്ഷൻ വരുന്ന ദിവസമാകുമ്പോൾ മുടി കുളമായിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് മെത്തേഡ്സും മുടി ഭംഗിക്ക് ഇടാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിൽ മസാജാണ്. അതിപ്പോൾ എനിക്ക് കിട്ടുന്ന ഓയിൽ ഞാൻ ചെയ്യും. ഇന്ന് സോർസെറ്റ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഞാൻ മസാജ് ചെയ്യും. ഒരു ടൈമർ 15-20 മിനിറ്റ്സ് എടുത്ത് ഞാൻ മസാജ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷിങ്ങിൽ യൂസ് ചെയ്യുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് സ്റ്റാർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ഷാംപൂസ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒന്നും അടിപൊളിയായിട്ട് വർക്കായിട്ടില്ല. പക്ഷേ ഫീനോയുടെ ഈ പെർട്ടിക്കുലർ ഷാംപൂ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഞാൻ ഈ ഷാംപൂ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഒരു സ്കാൽപ്പ് തന്നെ ഒരു 2 വട്ടമൊക്കെ ഞാൻ കഴുകും. അത് കഴിഞ്ഞ് ഫീനോയുടെ തന്നെ ഹെയർ മാസ്ക്, അത് നല്ല തിക്കായിട്ടുള്ള മാസ്കാണ്. കണ്ടീഷണർ ഞാൻ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് മാസ്ക് യൂസ് ചെയ്യും. കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്ത് ഞാൻ സ്റ്റാൻഡ്സിൽ നല്ലോണം തേച്ച് ഒരു 5 മിനിറ്റ്സ് ലീവ് ഓൺ ചെയ്തിട്ട് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയും. അടിപൊളി റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പൊതുവേ ഹെയർ ഞാൻ ടവൽ ഡ്രൈ ചെയ്യാറില്ല. മൈക്രോ ഫൈബറിൻ്റെ ടവലെടുത്ത് ഞാൻ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഡാം ഹെയറിൽ തന്നെ ഞാൻ ലോറിയലിൻ്റെ ഹെയർ സെറം യൂസ് ചെയ്യും. ഞാൻ ഈ സെറം ഒരുപാട് യൂസ് ചെയ്യില്ല. ഒരു 2 പംസാണ് മാക്സിമം. കാരണം അല്ലെങ്കിൽ ഒരു എണ്ണമയം തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആ എണ്ണമയം തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഹെയറിൽ ഫുൾ നല്ല രീതിയിൽ പരട്ടും. അത് കഴിഞ്ഞ് ഹെയർ ഒരു 80% ഞാൻ ഡ്രയർ യൂസ് ചെയ്തൊന്ന് ഡ്രൈ ചെയ്യും. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്, ഇതിൽ കാണുന്ന പോലെ എളുപ്പമല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ അലൻട്രോമൻ്റെ ഹെയർ ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് യൂസ് ചെയ്ത് എൻ്റെ റൂട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഫോക്കസ് ചെയ്ത് നല്ലോണം ചെയ്യും. ഈ പരിപാടി കഴിയുമ്പോഴേക്കും എൻ്റെ ഹെയർ നല്ല ഭംഗിക്ക് കിടക്കും. എനിക്ക് ആ റൂട്ട് മാത്രമാണ് എൻ്റെ ഹെയറിലെ ആകെ ഒരു ഇഷ്യൂ. ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കുന്നുണ്ട്, റൂട്ട് വളരെ വൃത്തികേടായിട്ട് എനിക്ക് തോന്നാറ്. അപ്പോൾ ആ പരിപാടി കഴിയുമ്പോഴേക്കും ഹെയർ ഒരുവിധം നാളത്തേക്ക് സെറ്റായിട്ടുണ്ടാവും. പറ്റുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ടൈം കിട്ടുകയാണ്, അല്ലെങ്കിൽ മടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ റൂട്ടൊന്ന് അയൺ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകും. കാരണം നല്ല ഭംഗിക്കായിരിക്കും കിടക്കുക, നല്ല ഷൈനിയറായിട്ട് ഇതേപോലെ കിടന്നത്.